ഇവിടെ എൻ്റെ കമൻസ് ചോദിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എത്ര നല്ല കാര്യം പറഞ്ഞാലും തെരുവിളിയാണ്. ഒരു കാരണം പറഞ്ഞാൽ സാഡിസോൺ, അവർക്ക് ഈ വേറെ ആൾ വേദനിപ്പിക്കാൻ വളരെ തെറി വിളിക്കുമ്പോൾ സുഖം കിട്ടുകയാണ്. അത് ആക്ച്വലി ഒരു മനോരോഗമാണ്. പിന്നെ കുറേ ഫാൻസുകാരുണ്ട് അന്ധമായി ആരാധിക്കുന്നത്. ഞാൻ ഈ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ദിലീപ് ആയാലും പൃഥ്വിരാജ് ഇവരെ കുറിച്ചെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് നെഗറ്റീവ് പറയാൻ പാടില്ല, പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവർക്ക് ദൈവങ്ങളെ പോലെയാണ്. ഇവരാരും ദൈവങ്ങളല്ല, ഇവരെല്ലാം മനുഷ്യരാണ്. അവർക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. സത്യപരമായിട്ട് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ ഒരു കൂട്ടരാണ് ഇതിൻ്റെ പെയ്ഡ് ആൾക്കാരുണ്ട്. ഞാൻ എപ്പോൾ ഇട്ടാലും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട്. പണ്ട് മെലുവാന്ന് പറഞ്ഞ കുറച്ച് 5-6 പേരുണ്ടായിരുന്നു. അവർ സമ്മതിക്കുകയും ചെയ്താണ്, പെയ്ഡാണ്. ഇത് പണ്ട് തിയേറ്ററിൽ എതിർ സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇറങ്ങുമ്പോൾ മറ്റേ ആളുടെ ഫാൻസ് പോയി കൂണ് പോലെയാണ്. എന്ത് നിഷ്പക്ഷതയുള്ളതില്ല. ഞാൻ മോളെ കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ ഞാൻ മോളാൽ കൂടെയാണ് പറയും. മമ്മൂട്ടിയെ കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ ഞാൻ മമ്മൂട്ടി കൂടെയാണ് പറയും. അതെങ്ങനെ ആവുന്നത്? ബേസിക്കലി ഞാൻ മോഹൻലാൽ ഫാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പോസിറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ ശ്രുതിപാഠനല്ല ഞാൻ. പലരും ഈ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഏറ്റവും വലിയ വെൽവിയസ്റ്റർ അയാളുടെ ബ്രദറാണ്. ആ ബ്രദർ സച്ചിൻ എത്ര നന്നായി കളിച്ചു വന്നാലും കുറ്റം പറയില്ല. കാരണം എന്താ? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. 2 രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാം, നെഗറ്റീവ് ആൾ പറയണം. ഒന്ന് ഡീമോറലൈസ് ചെയ്യാൻ, എൻ്റെ ഉദ്ദേശം അതല്ല. 2 നല്ല ഉദ്ദേശത്തോടെ. ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ചേത്താൻ പോലെ ആർഗ്യുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ലോക സിനിമ കണ്ട മികച്ച നടനാണ് മോഹൻലാൽ. ചേത്താൻ ഒരു ആവറേജ് ആക്ടറായിട്ട് കണക്കാക്കണം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. എന്നാൽ പേഴ്സണൽ ലൈഫിൽ പുള്ളിയുടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി പോയിട്ട് പക്ഷേ പറഞ്ഞപ്പോൾ ഞാൻ സിനിമ ഫീൽഡിൽ നടക്കുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നടക്കുന്നു. ഇത് നിങ്ങൾ ഒരു പക്ഷമല്ല, വെറുതെ തെരുവിളിക്കുക. അതും മരിച്ചുപോയ എൻ്റെ ഫാദറിനെ പോലും തെരുവിളിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ദേശം നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ ഈ ഫേക്ക് ഐഡിയിൽ വന്നിട്ടല്ലേ പറയണം. അവർ തന്നെ ഭീരുത്വമല്ലേ? നിങ്ങൾക്ക് എന്ത് നിഷ്പക്ഷതയുള്ളത്? ഒന്നെങ്കിൽ നിങ്ങളെ ആരാധിക്കുക, അത് അങ്ങനെ ആരാധിക്കാൻ ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ അങ്ങനെ ആരാധിക്കുന്ന ഒരു മനോരോഗമാണ് ഐഡൽ വർഷിപ്പ്. ഈ പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ ആരും ഇവരൊന്നും ദൈവങ്ങളല്ല, ഇവരുടെ മനുഷ്യരാണ്. ആ വാസ്തു നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പെയ്ഡ് വളരെ കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുക. ഇത് ചിലർക്ക് സുഖമാണ് മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ മനോരോഗമാണ്. ഇപ്പം ഞാൻ നിങ്ങൾ പറയുന്ന എന്നെ പല രീതിയിൽ പറയണ്ട, പല വൃത്തിയുടെ വേർഡ്സ് ഉപയോഗിക്കണ്ട. ഞാനിതെല്ലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടന്നപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? എന്ത് വന്നാലും എന്നെയാണ് കുറ്റം പറയുന്നത്. എന്തൊക്കെ തെറി ചെയ്തു വെക്കണം. നിങ്ങളെ ഫേക്ക് ആയിട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാം എപ്പോഴേ ജയിലിൽ അഴിയെണ്ണേണ്ട ആൾക്കാരാണ്. ഇത് വെറും ഭീരുത്വമാണ് നിങ്ങൾ കാണിക്കുന്നത്.